തന്ത്രി കണ്ഠരര് രാജീവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനായി ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് SIT സംഘം. ആ വൈദ്യപരിശോധന പൂർത്തിയായ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുക. ആ സമയത്ത് കോടതിയിൽ സമർപ്പിക്കേണ്ട വളരെ വിശദമായ റിമാൻഡ് റിപ്പോർട്ടും SIT ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കസ്റ്റഡി അപേക്ഷ കൂടി അതിനോടൊപ്പം SIT വെക്കുകയും ചെയ്യും. കോടതി ഈ കാര്യങ്ങളെ എങ്ങനെ നിരീക്ഷിക്കുന്നു എന്നത് സുപ്രധാനമാണ്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന രീതിയിലുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ SIT തയ്യാറാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യലും അതിന് പിന്നാലെയുള്ള ഈ അറസ്റ്റും എന്നുകൂടി SIT വ്യക്തമാക്കുന്നു. അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള തെളിവുകൾ തന്ത്രിക്കെതിരെ ഉണ്ട് എന്നുകൂടി SIT കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്യും. അതെല്ലാം അടങ്ങിയ റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ട് നിരീക്ഷിച്ച് കോടതി എന്തു പറയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഷഫീദ് തുടങ്ങുന്നു. ഷഫീദ്, ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുക, തുടർ ചോദ്യങ്ങൾ അത് ആവർത്തിക്കുക, ആ നടപടികളിലേക്കാണ് SIT നീങ്ങുക. നമുക്കറിയേണ്ടത് ഇതിന്റെ ഒരു അസാധാരണ സ്വഭാവം മാത്രമല്ല, തന്ത്രിയെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഈ കേസിന്റെ മുഖ്യ പ്രതി എന്ന രീതിയിലൊക്കെ SIT കാണുന്നുണ്ട്. എങ്കിൽ തന്നെ വലിയ വലിയ ചോദ്യങ്ങൾ ഇനി ബാക്കിയുണ്ട്. ആ ചോദ്യങ്ങൾ ഇന്ന് തന്നെ ചോദിച്ചു തുടരുക എന്ന ഒരു ലക്ഷ്യം SITക്കുണ്ടോ? കസ്റ്റഡിയിൽ നിന്ന് തന്നെ വേണമെന്നൊരു ആവശ്യം അത് SITക്ക് കോടതിയിൽ ആവശ്യപ്പെടാൻ കഴിയുമോ? പ്രജിൻ, നിലവിലിപ്പോൾ കസ്റ്റഡി എന്നുള്ള ആവശ്യത്തിലേക്ക് ഒരുപക്ഷെ SIT ഇന്ന് പോകാൻ സാധ്യതയില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ ആ കസ്റ്റഡിയിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഈ സ്വർണം എന്ത് ചെയ്തു, അത് എന്ത് തരം വിധത്തിൽ ഉപയോഗിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് SITക്ക് ഇതുവരെ മറുപടിയുമില്ല. കോടതിയും രാഷ്ട്രീയമായും ഒക്കെ SIT മറുപടി പറയേണ്ട ഒരു ചോദ്യം അതാണ്. ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയി കവർന്നെടുത്ത സ്വർണം ഉരുക്കിയെങ്കിൽ ആ സ്വർണം എവിടെ, ആര് കൊണ്ടുപോയി, ആര് പങ്കിട്ടെടുത്തു, ആർക്കൊക്കെയാണ് പങ്ക്, ആരാണ് പ്രതിഫലം പറ്റിയത്, അതുകൊണ്ട് എന്തൊക്കെ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കണം. ഇതിനോടകം തന്നെ A. പത്മകുമാർ, N. വാസു ഇവരെയൊക്കെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് ചില കാര്യങ്ങൾ, ചില സംശയങ്ങൾ, അവർ ആ പണം ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് നടത്തിയെന്നൊക്കെയുള്ള ചില സംശയങ്ങൾ ഉണ്ട്. പക്ഷേ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കേസിന്റെ ബേസ്. അതല്ലെങ്കിൽ കോടതിയിൽ ഇത് നിലനിൽക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘത്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.